മൂന്നും കൂടെ വർത്തമാനം പറഞ്ഞു വരുന്നുണ്ട്. കാവിൽ വിളക്ക് കൊളുത്തി കഴിഞ്ഞു. കല്ലുവാണെങ്കിൽ ആദിയുടെയും ദേവുവിന്റെയും കാര്യങ്ങൾ വാതോരാതെ പറയുന്നുണ്ട്. കല്ലുവിന് അവരെ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? ഗായത്രി അവളുടെ സംസാരം കേട്ട് ചിരിയോടെ ചോദിച്ചു. ഇഷ്ടാണെന്നോ? എന്റെ ജീവനാ അവർ. ഇപ്പൊ നിങ്ങളും. കല്ലു നിറഞ്ഞ ചിരിയോടെ രണ്ടുപേരുടെ കയ്യിലും ചുറ്റിപ്പിടിച്ചു പറഞ്ഞു. തൊടിയിലൂടെ മുറ്റത്തുള്ള ചെറിയ പൈപ്പിൽ നിന്ന് കാല് കഴുകി അകത്തേക്ക് കയറി മൂന്നുപേരും. അപ്പോഴാണ് അവിടെ നിന്ന് ഉറക്കെയുള്ള ചിരിയും ബഹളവും കേട്ടത്. നടുത്തളത്തിൽ എല്ലാവരും ചായ കുടിക്കാൻ കൂടിയിട്ടുണ്ട്. കല്ലു കൗതുകത്തോടെയാണ് അതൊക്കെ കണ്ടത്. അവൾ ഒരു നിമിഷം എല്ലാവരെയും നോക്കി നിന്നു. പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ സൂര്യയിൽ ഉടക്കിയത്. അവനും എന്തോ പറഞ്ഞു ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയത് അവളുടെ മുഖത്തായിരുന്നു. കൺമയി, സൂര്യേട്ടൻ എന്താ ഇവിടെ? രണ്ടുപേരും പരസ്പരം ചോദിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവർക്ക് പരസ്പരം അറിയാമെന്ന്. ഇതാണോ വല്യമ്മയുടെ കല്ലുമോള്? അവനൊരു ചിരിയോടെ വന്ന് അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. ജാനകി ചിരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ നേരത്തെ അറിയാമല്ലേ? ശ്രീ ചോദിച്ചു. അറിയാം, ഇതെന്റെ ജൂനിയറാണ്. പക്ഷേ ഇങ്ങനെ ഒരു ബന്ധം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, സൂര്യ ചിരിയോടെ പറഞ്ഞു. മോള് പോയി ഈ ഈറൻ മാറ്റി വാ, ഇനി കുളിനീരിറങ്ങണ്ട, അച്ചമ്മ പറഞ്ഞു. ഓ, പാറക്കുട്ടിക്ക് അപ്പോൾ ഞങ്ങളെ വേണ്ടെന്നായല്ലയോ? ശ്രീയുടെ ചോദ്യം കേട്ടതും അവളുടെ ചെവിയിൽ സൂര്യ പിടിമുറുക്കി. വേണ്ട ദേവേട്ടാ, വേദനിക്കുന്നു, വിട്, ശ്രീ തുള്ളിക്കൊണ്ട് പറഞ്ഞു. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞു മുതിർന്നവരെ ഇങ്ങനെയൊന്നും വിളിക്കരുത് എന്ന്. ചെറിയ വായിൽ വലിയ വർത്താനം ഇച്ചിരി കൂടുന്നുണ്ട്, അവൻ കുറച്ചു ഗൗരവത്തിൽ പറഞ്ഞു. ദേവാ, വിടടാ എൻ്റെ കുട്ടിയെ, അവൾ സ്നേഹം കൊണ്ടല്ലേ. ഓ, വക്കാലത്ത് കൊണ്ട് വന്നു അച്ചമ്മ. നിങ്ങളെല്ലാം കൂടെയാണ് പെണ്ണിനെ വഷളാക്കുന്നത്. നോക്കിക്കോ, നിന്റെ എക്സാം റിസൾട്ട് വരട്ടെ, അപ്പോൾ ഇതുകൂടെ ചേർത്ത് ഞാൻ തരുന്നുണ്ട്. അതും പറഞ്ഞ് ചെവിയിലെ പിടിവിട്ടു. അപ്പോഴേക്കും ശ്രീയുടെ കണ്ണു നിറഞ്ഞു. ദേവാ, ഇനി മോളെ തൊട്ടാൽ നിന്റെ കൈ ഞാൻ തല്ലി ഓടിക്കും, നോക്കിക്കോ. എൻ്റെ കുട്ടി പോയിട്ട് വാ, ഇന്ന് ചായക്ക് ഇലയുടെ ഉണ്ട്. അവളുടെ സങ്കടം മാറ്റാൻ എന്ന പോലെ അച്ചമ്മ പറഞ്ഞു. കല്ലുവിന് ശ്രീയെ കണ്ട് പാവം തോന്നി. അവരെ ഒന്ന് നോക്കിയിട്ട് ദേവൻ മുറിയിലേക്ക് പോയി. അവന്റെ പിന്നാലെ ബാക്കി മൂന്നും പോയി. ദേവ ദേഷ്യക്കാരനാണോ? ജാനകി ചോദിച്ചു. ഇച്ചിരി ദേഷ്യക്കാരനാണ്. പിന്നെ ഇപ്പൊ കണ്ടത് നോക്കേണ്ട, അവനേക്കാൾ കള്ളിയാണ് ശ്രീമോള്, അച്ചാച്ചൻ പറഞ്ഞു. പിന്നെ അവർ ഓരോ കാര്യം പറഞ്ഞു ചിരിച്ചുകൊണ്ട് ചായ കുടിക്കാൻ തുടങ്ങി. ശ്രീ, ചെവി നല്ല വേദനയുണ്ടോ? കല്ലു സങ്കടത്തോടെ ചോദിച്ചു. അയ്യേ, എന്റെ കല്ലു, ഇതൊക്കെ ഇവളുടെ അടവാണ്. ഇതിവിടെ എല്ലാവർക്കും അറിയാം. അവന്റെ മുറിയിൽ മേശ നിറച്ചും ചോക്ലേറ്റ് ഉണ്ട്. അത് കിട്ടാൻ ഇവൾ മനഃപൂർവ്വം അവന് ഇഷ്ടമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് ഇതുപോലെ ഓരോന്ന് വാങ്ങും. ഇവളുടെ കണ്ണ് നിറഞ്ഞ അവന് സഹിക്കൂല. അത് മുതലാക്കി ഇവൾ അവന്റെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് ഊറ്റുക. കല്ലു ശ്രീയെ സൂക്ഷിച്ചു നോക്കി. കള്ളി, കല്ലു ശ്രീയെ നോക്കി വിളിച്ചു. അപ്പോഴേക്കും സൂര്യ അങ്ങോട്ട് കയറി വന്നു. ചെവി ഒരുപാട് വേദനിച്ചോ ശ്രീമോളെ? അവളൊന്നും മിണ്ടാതെ നിന്നു. സൂര്യ കുറച്ച് ചോക്ലേറ്റ് അവന് നേരെ നീട്ടി. അത് കിട്ടിയതും പെണ്ണ് ചിരിയോടെ അതും വാങ്ങി താഴേക്ക് ഓടി. അത് കണ്ട് ഗായുവും കല്ലുവും ഒന്ന് ചിരിച്ചു. അല്ല, ടീച്ചർ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? താഴെ ജോലിയും കൂലിയും ഒന്നും ഇല്ലേ? ഗായുവിനെ കളിയാക്കി ചോദിച്ചു. ദേവാ, വേണ്ട. കല്ലു, ഞാൻ താഴേക്ക് പോവാ, ചായ കുടിക്കാൻ വാ, ഗായത്രി അവരെ നോക്കി പറഞ്ഞു താഴേക്ക് പോയി. ദേവ കല്ലുവിനെ നോക്കി ചിരിച്ചു. അവളും അതുപോലെ ചിരിച്ചു. നിന്റെ വാലുകൾ അറിഞ്ഞോ നീ ഇങ്ങോട്ട് വരുന്നത്? അവന്റെ ചോദ്യം കേട്ട് അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. ഒരാളെ അറിഞ്ഞു, ഒരാളെ വിളിച്ചപ്പോൾ കിട്ടിയില്ല. കല്ലു അവനോട് സംസാരിച്ച് മുടി തോർത്താൻ തുടങ്ങി. എന്തായാലും നീ ഇവിടെ ഉണ്ടല്ലോ, ആ സ്ഥിതിക്ക് എന്റെ പ്രണയം പെട്ടെന്ന് പൂവണിയുമായിരിക്കുമല്ലേ? ദേവ അവളെ ഓടക്കണ്ണിട്ട് നോക്കി പറഞ്ഞു. നടന്നത് തന്നെ, അവൾക്ക് ഈ പ്രേമമൊന്നും ഇഷ്ടമല്ല പൊതുവെ, കല്ലു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ദേവ ബെഡിൽ വെറുതെ ഒന്ന് കിടന്നു. അതെന്താ, അവൾക്ക് വല്ല തേപ്പും കിട്ടിയോ? തേപ്പ്, ഒലക്ക. അവളെ ഒരാൾ ഇഷ്ടമാണെന്ന് പറയുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അവളിങ്ങനെ വഴക്കാളിയായി നടക്കുന്ന ടൈപ്പാണ്. പിന്നെ ഇനി ദേവേട്ടനോട് പ്രണയം തോന്നുവോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ശ്രമിക്കാം. പിന്നെ ദേവേട്ടൻ ഒരു മണ്ടത്തരം കാണിച്ചു. കല്ലു നിർത്തിയതും അവൻ സംശയത്തിൽ ഒന്ന് നോക്കി. അതെ, ഒരാളെ ഇഷ്ടമാണെങ്കിൽ അത് നേരിട്ട് പോയി ആ ആളോട് പറയണം. ഈ ചുറ്റി വലിഞ്ഞു മൂക്കിൽ പിടിക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടമല്ല, അതാ പ്രശ്നം. കല്ലു പറഞ്ഞത് ശരിയാണെന്ന് അവനും തോന്നി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നോക്കാം. കല്ലു അതും പറഞ്ഞു പോകാൻ തുടങ്ങിയതും ദേവ അവളുടെ കയ്യിൽ പിടിച്ചു. കല്ലു സംശയിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. നമുക്കൊരു സെൽഫി എടുക്കാം, ഈ കോലത്തിൽ തന്നെ, എന്നിട്ട് സ്റ്റാറ്റസ് ആക്കാം. കല്ലു സന്തോഷത്തോടെ തലകുലുക്കി അവനോട് ചേർന്ന് നിന്നു. എങ്ങനെയുണ്ട് ഫോട്ടോ? അവനെടുത്ത ഫോട്ടോ അവളെ കാണിച്ചു. നന്നായിട്ടുണ്ട്, എനിക്ക് കൂടെ സെൻഡിത്താ. ദേവ ഫോട്ടോ അയച്ചു കൊടുത്തു. അല്ല, എന്താ ക്യാപ്ഷൻ ഇടുന്നേ? അവൾ സംശയത്തിൽ അവനെ നോക്കി. അത് ഏതെങ്കിലും 2 ഇമോജി ഇട്ടാൽ മതി. താഴെ പോയിട്ട് അവരുടെ കൂടെ നിന്ന് 2 ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ അവളുമാരെ എന്നെ കൊല്ലും.
ദേവ ചിരിയോടെ പറഞ്ഞു. രണ്ടും കൂടെ ചിരിച്ചു കളിച്ച് താഴേക്ക് ഇറങ്ങിയപ്പോൾ ദേവ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു. രണ്ടും ഫോണും പിടിച്ച് അവനെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. പിന്നെ അവരുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് സ്റ്റോറി ഇടലും ചായ കുടിയും ബഹളവുമായി അങ്ങനെ സമയം പോയി. രാത്രി കിടക്കാൻ നേരം ശ്രീ പോയി ദേവയെ കെട്ടിപ്പിടിച്ചു ഗുഡ് നൈറ്റ് പറഞ്ഞു. അതുപോലെ കല്ലുവും പോയി പറഞ്ഞു. കിടക്കുന്നതിന് മുന്നേ കല്ലു അജുവിനെ വിളിച്ച് സംസാരിച്ചു. ആദി മുത്തശ്ശിയോട് ചൂടായതും അവന് ഇലയട കൊടുത്തതും എല്ലാം അവൻ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ടാക്കി കിടക്കാൻ തുടങ്ങിയപ്പോൾ ഗായത്രിയും ശ്രീയും കൂടെ വന്നു. രണ്ടിനെയും കണ്ടു കല്ലു ഒന്ന് ചിരിച്ചു. പിന്നെ 3 പേരും കൂടെ ഒരുമിച്ച് കിടന്നു. കല്ലു വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. ഇത്രയും സ്നേഹമുള്ള സഹോദരങ്ങളും ബന്ധുക്കളും ഉണ്ടായിട്ടാണ് തന്നെ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങൾ. കല്ലുവിൻ്റെ കണ്ണ് ഒന്ന് നിറഞ്ഞു. പിന്നെ നിറഞ്ഞ ചിരിയോടെ അവൾ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം മനസ്സിൽ ആലോചിച്ച് കിടന്നുറങ്ങി. ലല്ലു കിടക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു രവിയുടെ കോൾ വന്നത്. ഹലോ, എന്താ രവി ഈ സമയത്ത്? നമ്മുടെ റാം സാറിന് മോളിൽ നിന്ന് പണി കിട്ടിയെന്ന് തോന്നുന്നു. സാറിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു. നാളെ തന്നെ ജോയിൻ ചെയ്യാനാണ് പറഞ്ഞത്. എനിക്കതറിയാമായിരുന്നു. എന്നെപ്പോലെ ഒരു പോസ്റ്റിലുള്ള ആളിനെ അങ്ങനെ റാം സാർ വിചാരിച്ചാൽ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. എന്തായാലും ഞാനൊരു 5 ദിവസത്തെ ലീവ് എടുത്തു ഇങ്ങ് തറവാട്ടിൽ വന്നതാടോ, ലല്ലു ചിരിയോടെ പറഞ്ഞു. അപ്പോൾ സാർ നാളെ ജോയിൻ ചെയ്യുന്നില്ലേ? തൽക്കാലമില്ലടോ, ഞാൻ ലീവ് കഴിഞ്ഞ് വരാം. ഇവരുടെ കൂടെ നിന്നിട്ട് കുറേ നാളായില്ലേ. ശരി സാർ. ലല്ലു ഫോൺ ടേബിൾ വെച്ച് കിടക്കാൻ തുടങ്ങുമ്പോഴാണ് മയൂകയുടെ ബോഡിയിൽ കണ്ട ചില പാടുകളെക്കുറിച്ച് ലല്ലുവിന് ഓർമ്മ വന്നത്. അവൻ ആ ഫോട്ടോസ് എടുത്ത് നോക്കാൻ തുടങ്ങി. ഇതേ സമയം മറ്റൊരിടത്ത്. അടുത്തത് ഇവളാണ്, ഈ മറുക്. അതെന്നെ കൊല്ലാതെ കൊല്ലുന്നുണ്ട്. നീ വല്ലാതെ സുന്ദരിയായിട്ടുണ്ട് കൺമയി, അവളുടെ ഫോട്ടോയിലേക്ക് നോക്കി അയാൾ പറഞ്ഞു. ശേഷം മുന്നിലുണ്ടായിരുന്ന കത്തിയും സിറിഞ്ചുമൊക്കെ എടുത്ത് മറ്റൊരു മുറിയിലേക്ക് പോയി. അധികം വൈകാതെ ഒരു പെൺകുട്ടിയുടെ നിലവിളി അവിടെ ഉയർന്നു. ലല്ലു രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി. ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കാൻ വന്ന ലല്ലു ഒറ്റ ദിവസം കൊണ്ട് തന്നെ തിരിച്ചുപോയി. അവരോട് ഉടനെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ആയിരുന്നു യാത്ര. ലല്ലു മരിച്ചുപോയ മയൂകയുടെയും അതിനുശേഷം മരിച്ച മറ്റൊരു പെൺകുട്ടിയായ മീനാക്ഷിയുടെയും പോസ്റ്റ്മോർട്ടം ടൈം എടുത്ത ഫോട്ടോസ് നിരത്തിയിട്ട് നോക്കുന്നുണ്ട്. ശ്രാവണും അവൻ്റെ അടുത്തുണ്ട്. സാർ, ഇത് രണ്ടും ചെയ്തത് ഒരാളല്ല ശ്രാവൺ, രണ്ടും 2 പേരാ ചെയ്തത്. ആദ്യം കൊല നടത്തിയ ആളുടെ അതേ പാറ്റേൺ ഉപയോഗിച്ച് ഫോട്ടോസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ സാർ, അങ്ങനെയെങ്കിൽ തന്നെ അവരെ എങ്ങനെ കണ്ടുപിടിക്കും? അതിന് ഒരു തുമ്പ് പോലും ബാക്കി വെച്ചിട്ടില്ല. ഉണ്ട്. ആദ്യ കൊല നടത്തിയത് ആരാണെങ്കിലും അത് അയാൾക്ക് മുമ്പ് ചെയ്തു പരിചയമുള്ള രീതിയാണ്. അതുകൊണ്ട് തന്നെ അയാൾ അത് അല്പം പോലും പിഴവ് സംഭവിക്കാതെ കൃത്യമായി ചെയ്തു. പക്ഷേ ഈ മീനാക്ഷിയിലെത്തുമ്പോഴാണ് പ്രശ്നം. അതും പറഞ്ഞു ലല്ലു ടേബിളിലിരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തു. അതിൽ ലല്ലു മാർക്ക് ചെയ്തു വെച്ച പോയിന്റ്സ് ശ്രാവണിന് നൽകി. അത് വായിച്ചു നോക്കൂ. മയൂക കൊല്ലപ്പെടുന്ന ടൈം ബോഡിയിൽ പിടിവലി നടന്ന ലക്ഷണം ഒന്നും തന്നെ ഇല്ല. എന്നാൽ അനസ്തേഷ്യ പോലെ ഒരു മരവിപ്പ് അവസ്ഥയിലായിരിക്കണം അവൾ ഉണ്ടായിരുന്നത്. മീനാക്ഷിയുടെ ബോഡിയിൽ ഉയർന്ന അളവിൽ സ്ലീപ്പിംഗ് മെഡിസിൻ ആയ ഉപയോഗിച്ചിട്ടുണ്ട്. പിടിവലി നടന്നതിൻ്റെ ലക്ഷണമുണ്ട്. പോരാത്തതിന് ഒരൊറ്റയാളുടെ ഫിംഗർ പ്രിന്റ് മാത്രമാണ് ഉള്ളത്. അത് കൊലയാളിയുടെ ആണെന്ന് ഉറപ്പല്ല. ശ്രാവൺ എല്ലാം കേട്ട് നിൽപ്പുണ്ട്. ഈ സൈക്കോ, ലല്ലു പറഞ്ഞു നിർത്തി. വാട്ട്? ശ്രാവൺ മനസ്സിലാകാതെ അവനെ നോക്കി ചോദിച്ചു. യെസ്, ഇത് ചെയ്തത് ഒരു സൈക്കോയാണ്. ദേ ഈ സ്പോട്ടിൽ അവൻ ഒരുപാട് പ്രാവശ്യം ആഴത്തിൽ മുറിവ് ഏൽപ്പിച്ചു. അതുപോലെ ദേ ഇവിടെ. അങ്ങനെ ലല്ലു ഫോട്ടോയിൽ ഓരോ ഭാഗവും ചൂണ്ടിക്കാണിച്ചു. സാർ, ഇത് വെച്ച് അവനൊരു സൈക്കോ ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റും. അവൻ അവിടെ അവിടെയൊക്കെ അത്രയും ക്രൂരമായി മുറിവേൽപ്പിച്ചത് ആ ഭാഗങ്ങളിലൊക്കെയും മറുകുണ്ടായിരുന്നു. അവൻ അങ്ങനെ മറുകുള്ള ഭാഗം നോക്കിയാണ് കൂടുതൽ കൂടുതൽ മുറിവേൽപ്പിച്ചത്. ഇതൊരു തരം ഭ്രാന്താണ്. നമ്മുടെ ഡോക്ടർ ജോൺ സാറിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ലല്ലു പറഞ്ഞു നിർത്തി. സാർ, അവനിലേക്ക് എത്താൻ ഒരു വഴി? ഇതൊരു സാധാരണ മനുഷ്യനല്ല. ഒന്നുകിൽ ഒരു ഡോക്ടർ, അല്ലെങ്കിൽ ഒരു നഴ്സ്. അല്ലാതെ ഒരു സാധാരണക്കാരൻ ഒരിക്കലും ഇങ്ങനെ കറക്റ്റ് സ്പോട്ടിൽ നോക്കി ഞരമ്പടക്കം കട്ട് ചെയ്ത് ഹൃദയമൊന്നും എടുത്തു പോകില്ല. പിന്നെ ഒന്നുകൂടെ ഉണ്ട്. നിങ്ങൾ സെയിം പാറ്റേൺ എന്ന് പറഞ്ഞ ഈ കേസിൽ കുട്ടിയെ പീഡിപ്പിച്ചിട്ടൊന്നുമില്ല. പ്രാഥമിക നിഗമനം വെച്ച് വഴിതിരിക്കാനാണ് പൂർണ്ണ നഗ്നയാക്കി ബോഡി ഉപേക്ഷിച്ചത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇനിയും മിസ്സിംഗ് കേസ് ഉണ്ടാകും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇനിയും മിസ്സിംഗ് ഉണ്ടാകും. ലല്ലു പറഞ്ഞു നിർത്തിയതും ശ്രാവണിൻ്റെ ഫോൺ റിങ് ചെയ്തു. സാർ, സ്റ്റേഷൻ്റെ സൈഡിൽ നിന്ന് ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. ഞാനത് പ്രതീക്ഷിച്ചു. എത്രയും പെട്ടെന്ന് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ച് റിപ്പോർട്ട് വാങ്ങിക്ക്. അതിലെന്തെങ്കിലും ക്ലൂ ഇല്ലാതിരിക്കില്ല. ഫാസ്റ്റ്. ഇല്ലെങ്കിൽ ഇനിയും പെൺകുട്ടികളുടെ ജീവന് ആപത്താണ്. ലല്ലു പറഞ്ഞു തീർന്നതും ശ്രാവൺ പുറത്തേക്ക് പോയി. ലല്ലു ഒരു വല്ലാത്ത ചിരിയോടെ ആ ഫോട്ടോയിലേക്ക് നോക്കി.
ഇനി അധിക സമയം വേണ്ടിവരില്ല. നീ ആരായാലും എൻ്റെ മുന്നിൽ വരും, ലല്ലു സ്വയം പറഞ്ഞു. ഓ, രാവിലെ ടി വി തുറക്കാൻ വയ്യ. എന്തൊക്കെ വാർത്തയാ, പാറുവമ്മ ന്യൂസ് കണ്ടു പറഞ്ഞു. എന്താ പാർക്കുട്ടി, രാവിലെ തന്നെ ടി വിയിൽ നോക്കിയൊരു വർത്തമാനം? ദേവ കോളേജിൽ പോകാൻ റെഡിയായി വരുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. നമ്മുടെ സ്റ്റേഷൻ്റെ അടുത്തു നിന്ന് ദേ വീണ്ടും ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയെന്ന്. അന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടിയതുപോലെ. അച്ചമ്മയുടെ പരാതി കേട്ട് ദേവൻ ന്യൂസ് ശ്രദ്ധിച്ചു. വീണ്ടും സൈക്കോ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പോലീസ് ഇരുട്ടിൽ വലവിരിക്കുന്നു. ഈ സിറ്റിയിലെ പല സ്ഥലത്തു നിന്ന് കിട്ടിയ മൂന്നാമത്തെ ബോഡിയാണിത്. പോലീസ് ഇങ്ങനെ ഇരുട്ടിൽ തപ്പിയാൽ ജനങ്ങൾ എന്ത് വിശ്വാസത്തിൽ പുറത്തിറങ്ങും? റിപ്പോർട്ടർ വായിൽ തോന്നിയതൊക്കെ വെച്ച് കാച്ചുന്നുണ്ട്. എൻ്റെ പാറൂസ്, ഇതൊക്കെ കണ്ട് ഇങ്ങനെ പേടിച്ചാലോ? ദേവ അച്ചമ്മയുടെ കവിളിൽ പിടിച്ചു വലിച്ചു പറഞ്ഞു. നിനക്കത് പറയാം, എനിക്ക് പേടിയാ. പെൺകുട്ടികൾ 3 വീടാണിത്. അതിൻ്റെ ആദ്യം ഒന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. എന്താ എന്താ രാവിലെ അച്ചമ്മയും കൊച്ചുമോനും കൂടെ? ഗായത്രി സാരിയൊക്കെ ശരിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നും പറയണ്ട എൻ്റെ ചേച്ചിയെ. ദാ രാവിലെ വാർത്തയൊക്കെ കണ്ട് ചുമ്മാ ആദി പിടിക്കുക. അതൊന്ന് ചോദിച്ചപ്പോൾ നമ്മളോട് പാറുവിന് പിണക്കം, ദേവ ചിരിയോടെ പറഞ്ഞു. കല്ലു, ജാനകി നീട്ടി വിളിച്ചു. എന്താ വല്യമ്മേ? ഗായത്രി ചോദിച്ചു. ആ പെണ്ണ് കോളേജിൽ പോകാൻ നേരമാകുമ്പോൾ ഇറങ്ങി ഒരു ഓട്ടമുണ്ട്. ഒന്നും കഴിക്കില്ല. ജാനകി പരാതി പറഞ്ഞു തീർന്നതും കല്ലു താഴേക്ക് വന്നു. കല്ലൂസെ, എങ്ങനെ പോകാനാണ് പ്ലാൻ ഇന്ന് കോളേജിലേക്ക്? വാലുകൾ ഇത്രയും ദൂരം വരില്ലല്ലോ, ദേവ ചിരിയോടെ ചോദിച്ചു. ബസ്സിൽ പോകാം, അവൾ ചിരിയോടെ പറഞ്ഞു. അച്ചമ്മേ, ഞാൻ ഇറങ്ങുക. കല്ലൂസെ, വൈകിട്ട് കാണാട്ടോ, ഗായത്രി യാത്ര പറഞ്ഞിറങ്ങി. നീ വേഗം കഴിച്ചിട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോകാം. എന്തായാലും നമ്മൾ രണ്ടും ഒരു വഴിക്കല്ലേ, ദേവ കല്ലുവിനെ നോക്കി പറഞ്ഞു. കല്ലു ജാനകിയെ നോക്കി. അത് ശരിയാണ്, രണ്ടുപേരും ഒരുമിച്ച് പോയി വന്നാൽ എനിക്ക് ഇത്തിരി സമാധാനമുണ്ടാകും. മോള് മോൻ്റെ കൂടെ പൊയ്ക്കോ, ജാനകി ചിരിയോടെ പറഞ്ഞു. അവനെ അധിക സമയം മുഷിപ്പിക്കാതെ കല്ലു വേഗം കഴിച്ചെണീറ്റു. രണ്ടുപേരും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കല്ലു എന്തോ കണ്ട് ഞെട്ടി നിൽക്കുന്നത് ദേവ കണ്ടത്. കല്ലു, ദേവ ഉറക്കെ വിളിച്ചപ്പോഴേക്കും കല്ലു ബോധം മറിഞ്ഞ് താഴേക്ക് വീണു. മോളെ, ജാനകിയും പേടിച്ചു പോയി. എല്ലാവരും കൂടെ കല്ലുവിൻ്റെ അടുത്തേക്ക് പോയി. ദേവ, മോളെ എടുത്ത് അങ്ങോട്ട് കിടത്തിയേ, അച്ചാച്ചൻ അങ്ങോട്ട് വന്നു പറഞ്ഞു. മോളെ കല്ലു, അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. എന്നിട്ടും അവൾ കണ്ണു തുറന്നില്ല. ദേവ, കുറച്ച് വെള്ളമെടുത്ത് അവളുടെ മുഖത്ത് കുടഞ്ഞു കൊടുത്തു. ദേവ കുറച്ച് വെള്ളമെടുത്ത് അവളുടെ മുഖത്ത് കുടഞ്ഞു കൊടുത്തു. അപ്പോഴേക്കും കല്ലു കണ്ണു മെല്ലെ ചിമ്മി തുറന്നു. എന്താ മോളെ, എന്തു പറ്റി? അച്ചമ്മ അവളുടെ കവിളിൽ തട്ടി ചോദിച്ചു. ഒന്നുമില്ല അച്ചമ്മേ, പെട്ടെന്ന് എന്തോ പോലെ തോന്നി, കല്ലു നേരെ എണീറ്റിരുന്നു പറഞ്ഞു. ഹോസ്പിറ്റൽ പോകണോടാ? ദേവ ചോദിച്ചു നോക്കി അവളുടെ കവിളിൽ തട്ടി. ഏയ് വേണ്ട ദേവേട്ടാ, ഞാൻ ഓക്കെയാണ്, നമുക്ക് പോകാം, കല്ലു ചെറുചിരിയോടെ പറഞ്ഞു. അവൻ്റെ ഒപ്പം പോകാൻ റെഡിയായി. രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകാനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടേക്ക് സച്ചിയും ഹേമയും കൂടെ കയറി വന്നത്. തൃച്ചംബകം തറവാടുമായി കോവിലകത്തിന് അത്യാവശ്യം നല്ലൊരു ബന്ധമുണ്ട്. അത് പണ്ട് മുതലേ ഉള്ളതാണ്. അത് പിന്നെ ബിസിനസ് പരമായി വളർന്നു. അല്ല, ആരൊക്കെയാ ഇത്? കയറി വാ, അച്ചാച്ചൻ പറഞ്ഞു. സച്ചിയും ഹേമയും അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് തൊഴുത് അകത്തേക്ക് കയറി. അപ്പോഴേക്കും സുലു പുറത്തേക്ക് വന്നു. ഹേമ കയ്യിലുണ്ടായിരുന്ന കവർ അവരെ ഏൽപ്പിച്ചു ഒരു ചിരിയോടെ. അല്ല, എവിടെ പുതിയ ആളുകൾ? ഞങ്ങൾ അവരെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കയറിയത്, സച്ചി ചിരിയോടെ പറഞ്ഞു. ജാനിമോളെ, പാറുവമ്മ അകത്തേക്ക് നോക്കി വിളിച്ചു. അപ്പോഴേക്കും ജാനകി പുറത്തേക്ക് വന്നു. പരിചയമില്ലാത്തവരെ കണ്ട് ജാനകി ഒന്ന് ഒതുങ്ങി. മോളെങ്ങ് വന്നേ, ഇത് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്, അച്ചമ്മ വിളിച്ചപ്പോൾ ജാനി അടുത്തേക്ക് പോയി. ഞങ്ങളെ മനസ്സിലായില്ല അല്ലേ? സച്ചി ചിരിയോടെ ചോദിച്ചു. ഞാൻ സച്ചിദാനന്ദൻ, ഇതെൻ്റെ ഭാര്യ ഹേമ. ഞങ്ങളോട് ഇന്നലെ മഹേഷ് വിളിച്ചപ്പോൾ പറഞ്ഞു മാധവൻ്റെ ഭാര്യയും മോളും വന്നിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഒന്ന് കാണാൻ വന്നതാണ്. മോളെവിടെ? സച്ചി ചിരിയോടെ ചോദിച്ചു. മോളിപ്പോൾ കോളേജിലേക്ക് ഇറങ്ങിയേ ഉള്ളൂ, ജാനകി ചിരിയോടെ പറഞ്ഞു. ഓ, അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ സൂര്യയുടെ കൂടെ പോയത് മോളായിരുന്നു അല്ലേ? മുഖം ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഹേമ പറഞ്ഞു. പിന്നെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു സച്ചി? മഹേഷ് അങ്ങോട്ട് വന്ന് ചോദിച്ചു. ആ, തുടങ്ങി. ബിസിനസ് ഒന്ന് ചുമ്മാ ഇരിക്കും മഹി. മോള് അവരുടെ കൂടെ പൊയ്ക്കോ, പോയി ചായ എടുക്ക്, മഹേഷിനെ ശാസിച്ചുകൊണ്ട് അച്ചാച്ചൻ പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം പെൺപണകൾ അടുക്കളയിലേക്ക് പോയി. സച്ചി, മോനെ ഇന്ന് ടി വിയിൽ കണ്ടു. പഴയ ലല്ലു അല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. ആ, അവൻ ഇന്നലെ വീട്ടിൽ വന്നു അച്ഛാ. എന്നിട്ട് ഇന്ന് രാവിലെ തന്നെ പോവുകയും ചെയ്തു. അടുത്താണ് ഓഫീസ്, പക്ഷേ വീട്ടിൽ വരില്ല. ക്വാർട്ടേഴ്സിൽ തന്നെയാണ് താമസം. ഞങ്ങളോട് ആരോടും മിണ്ടില്ല, പെങ്ങന്മാരോട് മാത്രം, സച്ചി സങ്കടത്തിൽ പറഞ്ഞു. എങ്ങനെ നടന്നതായിരുന്നു? മോള് പോയതോടെ വല്ലാതെ മാറിപ്പോയി അവൻ. അവന് വേറെ കല്യാണം നോക്കിയോ നിങ്ങൾ? അച്ചാച്ചൻ ചോദിച്ചു.
എങ്ങനെ നോക്കാനാ അച്ഛാ, അവൻ അതിനുശേഷം എന്നോടൊന്നും മിണ്ടിയിട്ട് കൂടിയില്ല, സച്ചി പറഞ്ഞു. എല്ലാം ശരിയാകും സച്ചി, കാലം മായ്ക്കാത്ത മുറിവില്ലെന്നല്ലേ പറയുന്നേ, അച്ചാച്ചൻ പറഞ്ഞു. പിന്നെ അവർ ഓരോന്ന് സംസാരിച്ചിരുന്നു.